വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് എലമെന്റ്സ് ഓഫ് പോയട്രി എന്ന ടോപ്പിക്കാണ്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. പോയട്രി എന്നത് ലിറ്ററേച്ചറിലെ ഒരു ആർട്ടിസ്റ്റിക് ഫോമാണ്. പോയത്തിന്റെ ഇമോഷൻസും ടോണും സൂക്ഷിക്കുന്നതിൽ കവിതയുടെ എലമെന്റ്സിന് വലിയ പങ്കു തന്നെയുണ്ട്. പ്രോസഡി, റിതം, റൈം, അലിട്രേഷൻ, അസൊനൻസ്, ഡിക്ഷൻ ആൻഡ് മീറ്റർ എന്നിവയാണ് കവിതയുടെ ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രോസഡി ഒരു കവിതയുടെ റിതത്തിന്റെയും സൗണ്ടിന്റെയും പാറ്റേണിനെയാണ് പ്രോസഡി എന്ന് വിളിക്കുന്നത്. ഒരു കവിതയ്ക്ക് മ്യൂസിക്കൽ ക്വാളിറ്റി നൽകുന്നതിന്റെ പ്രധാന ഘടകമാണ് റിതം ആൻഡ് മീറ്റർ എന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റിതം. ഒരു കവിതയിലെ സ്ട്രെസ്ഡ് സിലബിൾസും അൺസ്ട്രെസ്ഡ് സിലബിൾസും അറേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ പാറ്റേണിനെയാണ് റിതം എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ സിലബിൾസ് എന്താണ്? ഒരു വവൽ സൗണ്ട് അടങ്ങിയിട്ടുള്ള യൂണിറ്റ് ഓഫ് സൗണ്ട്സിനെയാണ് സിലബിൾ എന്ന് വിളിക്കുന്നത്. തീർച്ചയായും ഒരു സിലബിളിൽ വവൽ ഉണ്ടാകും. അതിനോടുകൂടി കോൺസണൻസ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സിലബിൾ ഇംഗ്ലീഷിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ടേബിൾ എന്ന് പറയുമ്പോൾ ക്ക് ശേഷം ഒരു കോൺസണന്റ് വരുന്നില്ല. ഇങ്ങനെയുള്ള സിലബിൾസിന് പറയുന്ന പേരാണ് ഓപ്പൺ സിലബിൾസ്. ഇനി നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഡോഗ്, കാറ്റ്. അവിടെ അ എന്നുള്ള വവലിന് ശേഷം ഒ എന്നുള്ള വവലിന് ശേഷം ഗ എന്നുള്ള കോൺസണന്റും ട് എന്നുള്ള കോൺസണന്റും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വവലിന് ശേഷം കോൺസണന്റ് വരുന്ന സിലബിൾസിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സിലബിൾസ്. ഇനി നെക്സ്റ്റ് എലമെന്റ് ആണ് റൈം. ഒരു കവിതയിലെ സിമിലർ സൗണ്ടിൽ വരുന്ന വാക്കുകളുടെ റിപ്പീറ്റേഷൻ ആണ് റൈം. കൂടുതലായും ഒരു വരിയുടെ അവസാനമാണ് റൈം കാണാൻ സാധിക്കുക. ജനറലി there are 3 types of rhyme: hard rhyme, soft rhyme and internal rhyme. Let's see what is hard rhyme. It is also called perfect rhyme. Stressed vowel മുതൽ സൗണ്ട്സ് ഐഡന്റിക്കൽ ആണെങ്കിൽ അതിനെയാണ് ഹാർഡ് റൈം എന്ന് വിളിക്കുന്നത്. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. കാറ്റ്, ഹാറ്റ്, ലോക്ക്, ഡോഗ്. ഇതില് വൗവൽ ആയിട്ടില്ല. ആക്ക് ശേഷം ഓക്ക് ശേഷം വരുന്ന സൗണ്ട്സ് സിമിലർ ആണ്. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് ഹാർഡ് റൈം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സോഫ്റ്റ് റൈം. സോഫ്റ്റ് റൈമിനെ സ്ലാൻഗ് റൈം, നിയർ റൈം, ഇംപെർഫെക്റ്റ് റൈം എന്നും അറിയപ്പെടുന്നു. കാണുമ്പോൾ സിമിലറും എന്നാൽ ഐഡന്റിക്കലും അല്ലാത്ത സൗണ്ട്സിനെയാണ് സോഫ്റ്റ് റൈം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഷേപ്പ്, കീപ്, മൂവ്, ബോൺ. ഇത് കാണുമ്പോൾ നമുക്ക് സിമിലർ ആയിട്ട് തോന്നും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഐഡന്റിക്കൽ. അങ്ങനെയുള്ളവയാണ് സോഫ്റ്റ് റൈം എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഇന്റേണൽ റൈം. ഒരു സിംഗിൾ ലൈനിൽ മാത്രം കാണുന്ന റൈമിനെയാണ് ഇന്റേണൽ റൈം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന എലമെന്റ് ആണ് മീറ്റർ. ഒരു കവിതയുടെ താളത്തിന്റെ സ്ട്രക്ചേർഡ് പാറ്റേണിനെയാണ് മീറ്റർ എന്ന് വിളിക്കുന്നത്. ഫീറ്റ് ആണ് മീറ്ററിന്റെ മെഷറിംഗ് യൂണിറ്റ്. കവിതയുടെ സ്ട്രെസ്ഡും അൺസ്ട്രെസ്ഡ് സിലബിളിന്റെയും കണക്കു പ്രകാരം മീറ്ററിനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ആണ് അയംസ്. അൺസ്ട്രെസ്ഡ് ഫോളോഡ് ബൈ സ്ട്രെസ്ഡ് സിലബിൾ. അതായത് അൺസ്ട്രെസ്ഡ് സിലബിളിന് ശേഷം സ്ട്രെസ്ഡ് സിലബിൾ വരികയാണെങ്കിൽ അവയാണ് അയംസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, റിട്ടേൺ. അവിടെ റീ അൺസ്ട്രെസ്ഡുമാണ്, ടേൺ ആണ് സ്ട്രെസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പാണ് ട്രോക്കി. അതായത് സ്ട്രെസ്ഡ് സിലബിളിന് ശേഷം അൺസ്ട്രെസ്ഡ് സിലബിൾ വരികയാണെങ്കിൽ അവയാണ് ട്രോക്കി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലവ്ലി. അതിൽ ല ആണ് ഇവിടെ സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അൺസ്ട്രെസ്ഡ് ആയിട്ടുള്ള ഇനി ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അനപെസ്റ്റ്. 2 അൺസ്ട്രെസ്ഡ് സിലബിളിന് ശേഷം 1 സ്ട്രെസ്ഡ് സിലബിൾ വരുന്നതിനെയാണ് അനപെസ്റ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ റൂം. അതിൽ റൂമാണ് സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പാണ് ഡക്റ്റൈൽ. 1 stressed syllable followed by 2 unstressed syllable ആണെങ്കിൽ they are called dactyl. For example, happily. അതിൽ ഹ ആണ് സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. മറ്റു 2 സിലബിൾ പിയും ലിയും അൺസ്ട്രെസ്ഡ് ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പാണ് സ്പോണ്ടി. അതായത് 2 stressed syllables come together. അവയാണ് നമ്മൾ സ്പോണ്ടി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ,
ട്രീ ട്രങ്ക്, അതിൽ ട്രീയും ട്രങ്കും സ്ട്രെസ്ഡ് ആണ്. സോ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് കാണുന്ന 2 മീറ്റേഴ്സ് ഉണ്ട്. അവ ഏതൊക്കെയാണ്? അയംബിക് പെന്റാമീറ്ററും ടെട്രാമീറ്ററും. ഒരു ലൈനിൽ 5 ഐംസ് ഉണ്ടെങ്കിൽ അതിനെയാണ് അയംബിക് പെന്റാമീറ്റർ എന്ന് വിളിക്കുന്നത്. അതുപോലെ 4 ഗ്രൂപ്പ് ഓഫ് സിലബിൾസ് ഉള്ളതിനെയാണ് ടെട്രാമീറ്റർ എന്ന് പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് ഒരു എലമെന്റ് നമുക്ക് പരിചയപ്പെടാം, അലിട്രേഷൻ. ഒരു വരിയുടെ തുടക്കത്തിൽ കാണുന്ന കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. കവിതയ്ക്ക് താളം നൽകുന്ന ഒരു പ്രധാന ഫാക്ടറാണ് അലിട്രേഷൻ. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. പീറ്റർ പൈപ്പർ പിക്ഡ് എ പെക്ക് ഓഫ് പിക്കിൾഡ് പെക്കർ. ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പി എന്നുള്ള കോൺസ്റ്റന്റ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് തന്നെയാണ് അലിട്രേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു എലമെന്റ് ആണ് അസൊനൻസ്. അലിട്രേഷൻ പോലെ കവിതയിൽ കാണപ്പെടുന്ന വവൽ സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ ആണ് അസൊനൻസ്. അലിട്രേഷൻ കോൺസ്റ്റന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ ആയിരുന്നെങ്കിൽ അസൊനൻസ് വവൽ സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ ആണ്. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. ദി ലൈറ്റ് ഓഫ് ദ ഫയർ ഈസ് എ സൈറ്റ് ഓഫ് ഇൻസ്പയർ. അതിൽ ഐ എന്നുള്ള സൗണ്ട് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് അസൊനൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ഇനി ലാസ്റ്റ് എലമെന്റ് ആണ് ഡിക്ഷൻ. ഒരു കവിതയിൽ കവി ഉപയോഗിക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചോയ്സ് ഓഫ് വേർഡ്സിനെയാണ് ഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. There are mainly 3 types of diction: formal, informal and abstract. Let's see an example. I am off to place I don't know. ആം എന്ന് എം വെച്ച് കംപ്ലീറ്റ്ലി എഴുതുന്നതിന് പകരം ഷോർട്ട് ആയിട്ട് എം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഡു നോട്ട് നോ എന്നുള്ളതിന് പകരം ഡോണ്ട് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഈ കവിതയിൽ കവിയുടെ ചോയ്സ് ആയിരുന്നു. അങ്ങനെ ചോയ്സ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഡിക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊക്കെയാണ് ബേസിക് എലമെന്റ്സിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇൻ അഡിഷൻ നമുക്ക് എന്ത് പറയാം? Rhythm and meter create framework for a poem. Rhyme, alliteration, assonance add musicality and emphasis of poem. Diction defines poem's tone, style and supporting theme. So ഇതൊക്കെയാണ് ബേസിക് എലമെന്റ്സ് ഓഫ് പോയട്രിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നിന്ന് ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. If you have any doubts, please let me know. Now it's time to wind up today's video. If you like my videos, please do subscribe, support and thank you for watching.